രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് മാധ്യമ വിചാരണയ്ക്കപ്പുറം മറ്റ് തലങ്ങളിൽ കൂടി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മൂന്നാം പരാതിയിൽ മുഴച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ, പുറത്തു വന്ന സംഭവങ്ങൾ ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുക, അയാളുടെ ഇമേജ് നശിച്ചു കഴിഞ്ഞു. അതിന് ശേഷം നിയമസഭാ സാമാജികത്വം ഇപ്പോൾ ത്രാസിലാണ്. അത് DK മുരളി MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോ നിയമസഭാ സ്പീക്കർ എത്തിക്സ് കമ്മിറ്റിക്ക് വിടും. അവരുടെ തീരുമാനം പെട്ടെന്ന് വരും. ഈ ജനുവരി 20 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യത കൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പല വീഡിയോകൾ ചെയ്തിരുന്നു. അതിലൊക്കെ പറഞ്ഞ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് കുടുക്കിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഒക്കെ തന്നെയാകണം. കാരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പല ആളുകളും ചില കേസുകളിൽ, പ്രത്യേകിച്ച് പുനർജനി തട്ടിപ്പ് കേസൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് ചിലരുടെ രാഷ്ട്രീയ മോഹങ്ങളെ, അധികാര കൊതിയെ ഒക്കെ ബാധിക്കാൻ, പ്രതികൂലമായി ബാധിക്കുവാൻ പ്രതിപക്ഷ നിരയിലുള്ള ചില ആളുകൾക്ക് ഇടയുണ്ട്. അതുകൊണ്ട് മറ്റൊരു കേസ് ഉയർന്നു വരിക, അത് കോൺഗ്രസിൽ ഉള്ള ആളിനെ കുറിച്ച് തന്നെയുള്ള വാർത്തയാകുമ്പോൾ അതിന് പ്രാധാന്യം കൂടും. ഇടങ്ങൾ അതിനെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും, സോഷ്യൽ മീഡിയയും ആഘോഷിക്കും, പുനർജനി പതിയെ അപ്രത്യക്ഷമാകും എന്ന ഒരു ധാരണയുടെ പുറത്ത്, എന്നൊരു ചിന്തയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കുത്തിപ്പൊക്കിയത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ പുറത്തു വരുന്ന തെളിവുകൾ ഒക്കെ, പുറത്തു വരുന്ന ചില സംഭവങ്ങൾ, തെളിവുകൾ മാത്രമല്ല ചില സംഭവങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്നതും അങ്ങനെ ഒരു കുത്തിപ്പൊക്കലിന്റെ സാധ്യതയാണ്. അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, ഈ കേസിൽ യുവതി പരാമർശിച്ചിരുന്ന ഫെനി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പുകളാണ്. അയാളെ മാധ്യമങ്ങൾ ആരും പോയി കണ്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയായത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞു കേൾക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പോയി കാണുകയോ അയാളുടെ വിശദാംശങ്ങളൊന്നും എടുത്തിരുന്നില്ല. KSU നേതാവായ ഫെനി 2 ഫേസ്ബുക്ക് കുറിപ്പുകളാണ് ഞാൻ വായിച്ചത്. അതിൽ ഒന്നാമത്തതിൽ അതിന്റെ കാര്യകാരണ സഹിതമായ കുറെ വസ്തുതകൾ പറയുന്നു. രണ്ടാമത്തെ പോസ്റ്റിൽ ഇത്രയും പറഞ്ഞിട്ടും ആരും തന്നെ സമീപിച്ചില്ല, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ആരും തന്നെ സമീപിച്ചില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ കാര്യങ്ങൾ വിശദമാക്കുന്നത്. അതിനകത്ത് അയാൾ കൃത്യമായി സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ഈ പറയുന്ന യുവതിയുടെ ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ച് വളരെ നിയമപരമായി തന്നെ ആ ചാറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതി പട്ടികയിൽ അല്ലെങ്കിൽ പ്രതിയായി ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ഫെനി പുറത്തുവിട്ടിരുന്നതെങ്കിൽ എല്ലാവരും എടുത്ത് ആഘോഷിച്ചേനെ. ഇത് അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കുറിപ്പുകളായതുകൊണ്ടും ചാറ്റുകളായതുകൊണ്ടും ആളുകൾ അങ്ങനെ ആഘോഷിക്കുന്നില്ല. ഫെനി ഇത് വിളിച്ചു പറയുകയും ചെയ്തു. അതിനകത്ത് ഈ കഴിഞ്ഞ നവംബർ 2025 നവംബർ വരെയും ഫെനിയുമായി അടുപ്പമുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഈ യുവതി ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കാണണം. അത് രഹസ്യമായി കാണണം, ഫ്ലാറ്റിൽ കാണണം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു 3 മണിക്കൂറെങ്കിലും ചെലവിടണം എന്നാണ് ആ യുവതി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഓഫീസിൽ പറ്റില്ല, ഓഫീസിൽ എപ്പോഴും ആളുകൾ ഉണ്ടാകും എന്ന് ആ യുവതി തന്നെ പറയുന്നു. ഫ്ലാറ്റ് തന്നെ യുവതി സജസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഓഫീസിൽ പോയി കാണാൻ ഈ ഫെനി പറയുന്ന അടുത്ത് ചാറ്റുകൾ നിൽക്കുകയാണ്. അപ്പോൾ 2024 ഏപ്രിലിൽ ഈ ക്രൂരമായ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പരാതി നൽകിയ ഈ യുവതി 2025 നവംബർ വരെയും രാഹുലിനെ കാണണം, രാഹുലുമായി സംസാരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഇതിൽ നിന്നും എന്താണ് സാധാരണ ജനത്തിന് മനസ്സിലാവുക? ഇതിനകത്തൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ സംശയം, ഇപ്പൊ ഫെനിയുടെ വീഡിയോ ഇതൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. രണ്ടാമത്തെ സംശയം, എന്തുകൊണ്ട് ഈ യുവതി ഓൺലൈനിൽ പരാതി നൽകി 2 മൊഴി നൽകാൻ എത്തുന്നില്ല? മൊഴി നൽകാൻ എത്തുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ പോലീസ് ഓഫീസേഴ്സ് പലതവണ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ അവിടെ കാനഡയിലെ എംബസി മുഖാന്തരം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മൊഴിയെടുത്താൽ പോരെ, മൊഴിയെടുക്കാനുള്ള അനുവാദത്തിന് വേണ്ടി പോലീസ് സംഘം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ നിന്നും ആ യുവതി അടുത്ത കാലത്തെങ്ങും കേരളത്തിലേക്ക് വരാൻ ഇടയില്ല എന്ന് പോലീസിന് ബോധ്യമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം കേസിലും ഈസിയായി രക്ഷപ്പെടാനുള്ള വാതിലുകൾ ഇവിടെ തുറന്ന് കിടപ്പുണ്ട്. ഒന്ന്, ഈ ഫെനി പറയുന്ന ഈ തെളിവുകൾ, 1. 2, അവർ നേരിട്ടെത്തി മൊഴി കൊടുക്കാൻ കാണിക്കുന്ന വിസമ്മതിക്കുന്ന രീതി. അത് എന്തൊക്കെ കാരണം പറഞ്ഞാലും അത് എന്തുകൊണ്ടാണ് നമുക്ക് വ്യക്തമല്ല. പലവിധ കാരണങ്ങൾ ഉണ്ടാകാം. യാത്രയുടെ കൂലി, യാത്രാ ചെലവ്, 2 അവിടുത്തെ ചിലപ്പോൾ അവധി കിട്ടാത്ത അവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, അങ്ങനെ പലതുകൊണ്ടുമാകാം ഇങ്ങനെ
വിദേശ എംബസി വഴി ഇവരുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം കേരള പോലീസ് തുടരുന്നത്. ഏതായാലും ഒരു നേരെ ചൊവ്വയുള്ള കേസായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഫ്രെയിം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് വരെ അല്ലെങ്കിൽ റിമാൻഡ് വരെ എത്തിയ കേസ് എന്ന് ഒരു സംശയം ഉണർത്തുന്ന ചില വസ്തുതകൾ പുറത്തു വന്നത് വളരെ നിർണായകമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചിന്തിക്കേണ്ടത് അത്യാവശ്യവുമാണ്.